ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നിപ്പോൾ എക്സ്കോണിൽ ഡേ 2ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സോൺ 1 സോൺ 2 ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് 25+ പ്രോഡക്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ കവർ ചെയ്തിട്ട് തീരുന്നില്ല. സോ ഞാനിപ്പോൾ സോൺ 3ലാണുള്ളത്. ഇപ്പം എൻ്റെ ബാക്കിൽ നമ്മുടെ സെയിൽസ്, സർവീസ്, പാർട്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് റിയസൈൽ കാണുന്നത്. അതേപോലെ തന്നെ കുറേ പ്രോഡക്ട്സ് ഇപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ കോമ്പാക്ടേഴ്സ് ആണ്. ഇപ്പം നമ്മുടെ റോഡ് കൺസ്ട്രക്ഷൻസിനൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണല്ലോ ഈ ഒരു മെഷീൻ. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ VM117 എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. അതേപോലെ ഇതിൽ ഹൈലൈറ്റഡ് പാർട്സ് പറയുകയാണെങ്കിൽ ഡെഫ്, അതായത് ആഡ് ബ്ലൂവിൻ്റെ സപ്പോർട്ട് വേണ്ടാത്തൊരു മോഡലാണ്. അതുകൊണ്ട് തന്നെ ലോ മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെയാണ് JCB പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 75 HP ആണ് പവർ. അതുപോലെ തന്നെ കോമ്പാക്ടേഷൻ പവർ വരുമ്പോഴത്തേക്കും 32.2 ആണ് ടണ്ണാണ് ഇതിൻ്റെ കോമ്പാക്ടേഷൻ പവർ പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഓവറോൾ ഡീസൽ കോമ്പാക്ടേഷൻ ഓൾറെഡി കുറവാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അതായത് 8.7 ലിറ്റർ പെർ അവർ ആണ് ഇതിൻ്റെ ഓവറോൾ ആ ഒരു ഫ്യൂൽ കൺസപ്ഷൻ കുറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു മെഷീൻ്റെ പുറത്ത് പറയുന്നത്. അടുത്തൊരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം. 3DX+ ബാക്ക് ഹോൾ ലോഡേഴ്സ് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം JCB എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് ഓടി വന്നത് ഏത് മെഷീൻസിനെ കണ്ടാലും JCB ആണല്ലോ, ഏത് ബാക്ക് ഹോൾ ലോഡേഴ്സ് കണ്ടാലും. അപ്പം ഇവിടെ ഇപ്പോൾ ഈ ഡിസ്പ്ലേയിൽ 3DX+ൻ്റെ എക്സ്റ്റൻഡഡ് ഡിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഈ കാണുന്നത് കേട്ടോ. 4 വീൽ മെക്കാനിസം ഉള്ള ഒരു മോഡലൂടെയാണ്. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിപ്പ് നോക്കുമ്പോഴത്തേക്കും അപ് ടു 1 മീറ്റർ വരെ ഡിപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതായത് നോക്കി ഇവിടെ നിന്നൊരു ഈ ഒരു പീസ്, ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഒരു അപ് ടു 1 മീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ ആഴത്തിലേക്കുള്ള ആ ഒരു പർപ്പസിലേക്ക്, ആപ്ലിക്കേഷൻസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മോഡലായിട്ടാണ് ഈ ഒരു മോഡലിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു റോളർ അറ്റാച്ച്മെൻറ്റ് നമുക്കിവിടെ കാണാം. അങ്ങനെ പല പല അറ്റാച്ച്മെൻറ്റ്സും അറ്റാച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ പവർ 74 HP പവർ കരുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീനാണ്. അറിയാമല്ലോ, JCBയുടെ പെർഫോമൻസിൻ്റെ കാര്യവും അല്ലെങ്കിൽ ഓവറോൾ കാര്യങ്ങളൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം 74 HP പവർ അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്നൊരു മെഷീനാണല്ലോ. അതേപോലെ 6-in-1 ബക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ചുകൂടെ അത്യാവശ്യം ലോങ് റീച്ചിലേക്കൊക്കെ എത്തേണ്ട പർപ്പസിലേക്ക് എന്തായാലും ബെസ്റ്റ് ഒരു ഓപ്ഷനായിട്ടാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. ഇത് കൂടാതെയുള്ള മറ്റൊരു മോഡലൂടെ ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അടുത്ത മോഡൽ, അതായത് 3DX+ൻ്റെ ഒരു മോഡലാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നത് 6-in-1 ബക്കറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് കേട്ടോ. ഇത് കൂടാതെ നമുക്കൊരു 10% സേവിങ് ഓൺ ഡീസൽ കോസ്റ്റ് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു 5 വർഷത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു 5.2 lakhs പ്രോഫിറ്റിൽ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫോർട്ട്ലെസ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ്, അതേപോലെ ഈസി ഷിഫ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഓട്ടോ ഐഡിൽ ആൻഡ് സ്റ്റോപ്പ് മോഡ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ലൈവ് ലിങ്കിൻ്റെ സപ്പോർട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ലൈവ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീച്ചർ, ആ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ എല്ലാ JCB മെഷീൻസിലും, ചെറിയ മെഷീൻസ് തൊട്ട് വലിയ മെഷീൻസ് വരെ എല്ലാ മെഷീൻസിലും ലൈവ് ലിങ്കിൻ്റെ സപ്പോർട്ടുണ്ട്. വെഹിക്കിൾ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി, ഓപ്പറേറ്റിംഗ് ടൈം, സർവീസിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നൊരു ഫെസിലിറ്റി. അടുത്തത് മിനി എക്സ്കവേറ്റേഴ്സ്. ഇപ്പോൾ ഇവിടെ ഒരു 3 മോഡൽസ് ഉണ്ട്. ടോട്ടൽ ഒരു 5 മോഡൽസ് ഒക്കെയാണ് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇന്ന് 3 മോഡൽസ് ഉണ്ട്. അതിലൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 35Z HD എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ, മറ്റൊന്ന് 18Z1 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. അപ്പം ഇത് കൂടാതെ ഒരു ഇലക്ട്രിക് മിനി എക്സ്കവേറ്റർ കൂടെ ഉണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനെ നമ്മൾ ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 100% മെഷീൻസ് നമ്മുടെ കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പം അത്ര രീതിയിൽ മൂവിങ് ആയിട്ടുള്ളൊരു മെഷീനാണ്. ഇതിൻ്റെ പല വേരിയൻസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ AC ആൻഡ് non-AC ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ നീഡ്സ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇതിലെ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ഹെവി ഡ്യൂട്ടി പർപ്പസിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണിത്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രെയിം ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ബൂം ആണെങ്കിലും എല്ലാം വളരെ സ്ട്രോങ് ആൻഡ് റിജിഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡായി തന്നെ ബ്രേക്കർ പോലെയുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ലൈൻ അടക്കം ആണ് ഈ ഒരു മെഷീൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് എക്സ്കോണിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ 2023 എക്സ്കോണിലും ഡിസ്പ്ലേയിലുണ്ട്. അതേപോലെ ഈ ഒരു മെഷീൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഓപ്പറേറ്റർക്ക് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് എന്തായാലും ഈ ഒരു മെഷീൻ വന്നിട്ടുള്ളത്. അതേപോലെ ഈ വാറണ്ടി ഒരു 4 വർഷം അല്ലെങ്കിൽ 6000 hours പ്ലസ് AMC പാക്കേജൂടെ എന്തായാലും ഈ ഒരു എക്സോൺ സ്പെഷ്യലായിട്ട് ഇന്നത്തെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്തത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ JCBയുടെ ഏറ്റവും കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മിനി എക്സ്കവേറ്ററാണ് കേട്ടോ. 18Z1 എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. ഇപ്പം ഇത് മെയിനായിട്ടും പുറത്തെ രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്തത്. നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ ഒരു 2024 മുതൽ ആയിരിക്കും ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക.
അതുപോലെ തന്നെ ഇത് ഒരു 2 ടണ്ണിന് താഴെയുള്ള വർക്ക്സിനാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇത് മേക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പൂനെയിലാണ് ഇത് മേക്ക് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഒരു ട്രാക്ക് വിഡ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അത് 890 mm ആണ് ട്രാക്ക് വിഡ്ത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സാധാരണ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഫ്ലാറ്റ്സിൻ്റെ വർക്ക്സ് അങ്ങനെയുള്ള വർക്ക്സിലേക്ക് ഈ ഒരു മെഷീൻ വളരെ ആപ്റ്റാണ്. കാരണം ചെറിയ ചെറിയ സ്പേസിലേക്ക് നമുക്ക് ഈ ഒരു മെഷീൻ കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ആ ഒരു പർപ്പസിലേക്ക് എന്തായാലും വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെഷീനാണിത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് മിനി എക്സ്കവേറ്റർ ആണ്. ഇതിപ്പം അൺവീൽ ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ വിപണിയിലേക്ക് വരാൻ വേണ്ടി ടൈം എടുക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും JCBയുടെ സ്റ്റോളിൽ വന്നപ്പോഴത്തേക്കും ഒരുപാട് പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഹൈഡ്രജൻ ബാക്കോലോട് നിങ്ങൾ ഓൾറെഡി കണ്ടാണ്. ഇപ്പോൾ ഇതുപോലെ ഇലക്ട്രിക് മിനി എക്സ്കവേറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇതാണ് മിനി എക്സ്കവേറ്റർ. നമുക്ക് ചെറിയ പർപ്പസിലേക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇവർ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ഡേ ഫുള്ള് ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 8 മണിക്കൂർ, അതായത് ആ ഒരു ഫുൾ ഡേയിലേക്ക് വർക്കിന് എന്തായാലും ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ചാർജിങ് ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്, ഈ ഒരു സീറ്റിന് താഴ്ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഒരു ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അടുത്തത് ടാൻഡം കോമ്പാക്ടർ അല്ലെങ്കിൽ ബേബി റോളർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു മെഷീനാണ്. നമ്മൾ ഈ റോഡ് കൺസ്ട്രക്ഷൻസിലൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്നതാണ്. VMT 330 എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര് കേട്ടോ. ഇപ്പം ഹൈവേ അല്ലെങ്കിൽ റോഡ് കൺസ്ട്രക്ഷൻ, പിന്നെ ഈ ഹോം ബേസ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ ഫുട്പാത്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വർക്ക്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു കോമ്പാക്റ്റേഷൻ പവർ എന്ന് പറയുമ്പോഴത്തേക്കും 12.5 ടണ്ണാണ് ഇതിൻ്റെ ഒരു കോമ്പാക്റ്റേഷൻ പവർ പറയുന്നത്. പിന്നെ ഇതിന് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീസിങ് ഇപ്പോൾ നമ്മൾ ചെയ്യുമല്ലോ, അങ്ങനെ ഒരു കാര്യം ഗ്രീസിങ് പോയിൻറ്റ്സ് ഇതിനില്ല. ഇതിൻ്റെ ബെയറിങ്സ് ഒക്കെ സെൽഫ് ലൂബ്രിക്കേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രീസിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് കുറേ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു മെഷീനാണ് ഈ ഒരു മെഷീൻ. പിന്നെ ഈ കാണുന്നത് JCBയുടെ സ്കിഡ് സ്റ്റിയർ ലോഡറാണ്. വിത്ത് അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ടാണ് കാണുന്നത്. 35.7 kW പവർ ഉൽപ്പാദിപ്പിക്കുന്ന മെഷീനാണ്. ഓപ്പറേറ്റിംഗ് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 2850 കിലോ ആണ്. അതേപോലെ തന്നെ കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 612 kg ആണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി പറയുന്നത്. ഇപ്പം ഈ ഒരു ഭാഗം കണ്ടോ, ഇതിൻ്റെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീപ്പർ കളക്ടറാണ് കേട്ടോ. നമുക്കിപ്പോൾ റോഡ് സൈഡിലൊക്കെ ക്ലീനിങ്ങിലേക്ക് ആ ഒരു പർപ്പസിലേക്ക് യൂസ് ചെയ്യുന്നതാണ്. മൾട്ടിപ്പിൾ അറ്റാച്ച്മെൻറ്റ്സ് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണിത് കേട്ടോ. അതേപോലെ തന്നെ ഇതിൽ തന്നെ 6-in-1 ബക്കറ്റ്സ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് അറ്റാച്ച്മെൻറ്റ്സ് എന്തായാലും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തതായി കാണുന്നത് ഒരു ഇലക്ട്രിക് ബൂം ലിഫ്റ്റർ ആണ്. ഒരു 45 ഫീറ്റ് വരെ ഉയരത്തിലുള്ള വർക്ക്സിനൊക്കെ വളരെ ആപ്റ്റായിട്ടുള്ളൊരു ബൂം ലിഫ്റ്റ് ഇപ്പം ലോഞ്ച് ചെയ്താണ് ഈ ഒരു എക്സ്കോണിൽ. അതേപോലെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. 4 വീൽ ഡ്രൈവ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫാക്ടറി അല്ലെങ്കിൽ വെയർഹൗസ് അതേപോലെ തന്നെ എയർപോർട്ട്സിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെഷീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും 300 കിലോയും ആണ്.